മാറ്റിൻ്റെ ഒരു അടിപൊളി എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മളെ നന്ദു ആണെങ്കിൽ ടെൻഷനായിരിക്കും കേട്ടോ, നമ്മൾ ജയിലിലായതിൻ്റെ പറ്റി. അങ്ങനെ നമ്മളെ നന്ദു ആണെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എന്തായാലും ഞാൻ ഈ പോലീസ് വേഷത്തിൽ ഇരിക്കുന്നിടത്ത് കാലത്തോളം എന്തായാലും അനിയെ എന്തായാലും ഇങ്ങനെ ജയിലിലിടാൻ ഞാൻ സമ്മതിക്കത്തില്ല. എൻ്റെ ഈ പോലീസ് യൂണിഫോമിൻ്റെ ആ പവർ ഉപയോഗിച്ചെങ്കിലും എനിക്ക് എന്തായാലും അനിയെ എന്തായാലും പുറത്തിറക്കണമെന്നൊക്കെ ഇങ്ങനെ നമ്മളെ നന്ദു ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ നന്ദു ആണെങ്കിൽ നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെ വന്ന സമയത്താണെങ്കിൽ നമ്മൾ CI സാറിൻ്റെ റൂമിലോട്ട് ചെല്ലുന്ന സമയത്ത് സാറാണെങ്കിൽ ആരോ ആയിട്ടോ ഫോണിൽ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. അപ്പം നമ്മൾ നന്ദു ഒന്ന് മൈൻഡ് ചെയ്യാതെ നേരെ പോയിട്ടാണെങ്കിൽ മറ്റു പോലീസുകാരുടെ അടുത്താണെങ്കിൽ അനിയെ പുറത്തിറക്കാൻ വേണ്ടിയുള്ള ഓരോ പേപ്പറുകളും കാര്യങ്ങളൊക്കെ ശരിയാക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ നന്ദു പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ ആ സമയത്താണെങ്കിൽ നന്ദു ആണെങ്കിൽ പറയുന്നുണ്ട് അനാമികയുടെയും വേണുവിൻ്റെയും കോൾ ലിസ്റ്റ് എല്ലാം ആരെല്ലാം വിളിച്ചിട്ടുണ്ടെന്നൊക്കെ ഉള്ള കോൺടാക്റ്റും കാര്യങ്ങളെല്ലാം എടുത്ത് പിന്നെ നന്ദുവിന് കൊടുക്കണമെന്നൊക്കെ പറയുന്നുണ്ട്. നന്ദു ആണെങ്കിൽ പോലീസുകാരെല്ലാവരും ഓരോ കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചിട്ടാണെങ്കിൽ നന്ദു ആണെങ്കിൽ നമ്മളെ വേണുവിനെയും അനാമികയെക്കുറിച്ചൊക്കെ എല്ലാം ഫുള്ള് അന്വേഷിക്കാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവരെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ കംപ്ലയിൻറ്റ് കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമ്മളെ അനിയെ പുറത്തിറക്കാൻ വേണ്ടി സാധിക്കത്തുള്ളൂ. അങ്ങനെ ഇവരെക്കുറിച്ച് എന്തെങ്കിലുമൊക്കെ ഡീറ്റെയിൽസ് കിട്ടുമെന്നൊക്കെ അറിയാൻ വേണ്ടി നന്ദു ഇങ്ങനെ പോകാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്താണെങ്കിൽ നമ്മളെ സച്ചി സാറാണെങ്കിൽ നല്ല കുഴഞ്ഞിട്ട് ആരത്തോ സംസാരിക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് നമ്മൾ നന്ദു ചിന്തിക്കുന്നുണ്ട്, ഇയാൾ കൊള്ളാമല്ലോ, ഇയാൾ ആരത്തോ ഇങ്ങനെ കൊഞ്ചിക്കൊഴഞ്ഞൊക്കെ സംസാരിക്കുന്നത്, എൻ്റെ അമ്മയ്ക്കാണെങ്കിൽ ഇയാളെക്കുറിച്ച് എന്ത് മതിപ്പും അഭിപ്രായമാണല്ലോ എന്നൊക്കെ ഇങ്ങനെ നമ്മളെ നന്ദു ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. ഇയാളെന്താ ഇങ്ങനെ കാണിക്കുന്നത്, ഇയാൾ എൻ്റെ അടുത്ത് ഒരു സ്വഭാവം മറ്റുള്ള പെൺകുട്ടികൾക്കൊക്കെ ഇയാളെന്താ ഇങ്ങനെയൊക്കെ കൊഞ്ചിക്കൊഴഞ്ഞുകൊണ്ട് സംസാരിക്കുന്നതെന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അവിടെ നന്ദു ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ആണുങ്ങൾ എല്ലാവരും ഇങ്ങനെ തന്നെ ആണോ, പിന്നെ ഒരു അബിയെ കൊണ്ട് തന്നെ ആണെങ്കിൽ സഹിക്കാൻ പറ്റാതെ പൊറുതിമുട്ടി ഇരിക്കുകയാണെന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. ഇയാളെന്താ ഡബിൾ റോളൊക്കെ കളിക്കുകയാണെന്നൊക്കെ ഇങ്ങനെ നമ്മളെ നന്ദു ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നന്ദു ചിന്തിക്കുന്നുണ്ട്, എന്തായാലും ഇയാളെന്തായാലും ആൾ കൊള്ളാലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മളെ സച്ചി സാറാണെങ്കിൽ ഫോണിൽ പറയാം, മോളെ എത്ര നാളായി കണ്ടിട്ട്, ഒന്ന് നമുക്ക് കണ്ടാലോ, നീ ഒന്ന് ബീച്ചിലോട്ടൊക്കെ വരാൻ വേണ്ടിയൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ നന്ദുവിനാണെങ്കിൽ ഇത് കേട്ടിട്ടാണെങ്കിൽ ഒന്ന് ഷോക്കാവുകയും ചെയ്യുന്നുണ്ട്, പിന്നെ ഒരു ചിരിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പം നന്ദു ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എന്നാലും ഇയാൾ കൊള്ളാലോ, ഇയാൾ ആരെയാണ് ബീച്ചിൽ വരാനൊക്കെ പറഞ്ഞ്, എന്തായാലും ഇതൊന്ന് പോയി കണ്ടുപിടിച്ചിട്ട് ഒരു തെളിവൊക്കെ ഉണ്ടാക്കിയിട്ട് എൻ്റെ ബാക്കി കാര്യമോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ അമ്മയ്ക്ക് എന്തായാലും ഒരു തെളിവോടെ കൂടി തന്നെ അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കണമെന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് നന്ദു. അങ്ങനെ നമ്മൾ CI സാറാണെങ്കിൽ ആ പെൺകുട്ടിയെ കാണാൻ വേണ്ടി പോകാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മളെ നന്ദു എന്തായാലും ഇയാൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് അറിയാൻ വേണ്ടി നന്ദു ഇയാളെ പിറക്കെ പിന്തുടരുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഇയാൾ നേരെ ബീച്ചിലോട്ട് പോകുന്നുണ്ട്. പോയ സമയത്താണെങ്കിൽ നമ്മളെ നന്ദു അവിടെ ഇങ്ങനെ മാറി നിന്ന് നോക്കുന്നുണ്ട്. ആ ടൈമിൽ ഒരു പെൺകുട്ടിയാണെങ്കിൽ ഇയാൾ അടുത്തോട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് നമ്മളെ നന്ദു കാണുന്നുണ്ട് ആ പെൺകുട്ടി. അപ്പോൾ നന്ദു പറയുന്നു, ഓഹോ ഇപ്പോൾ ഇയാളെ സ്ഥിരം ജോലി ഇത് തന്നെ ആണല്ലോ, ഇവിടെ എൻ്റെ അടുത്ത് പ്രണയമാണെന്നും പറഞ്ഞ് ഇവിടെ ഇയാളെല്ലാവരെയും പറ്റിച്ചുകൊണ്ട് കിടക്കുന്നത്. അതുകൊണ്ടൊക്കെ തന്നെ മറ്റുള്ള പെൺകുട്ടികളെടുത്ത് മോശമായ രീതിയിൽ ഇയാൾ ഇടപഴകുന്നുണ്ട്. അപ്പം ഇയാൾക്ക് സ്ഥിരമായിട്ടൊരു ഇതില്ലേ എന്നൊക്കെ ഇങ്ങനെ നന്ദു ചിന്തിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇയാൾക്കും അബിക്കും തമ്മിൽ ഒരു വ്യത്യാസമൊന്നും ഇല്ലല്ലോ എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കും. അങ്ങനെ നന്ദു ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, ഉള്ളവന്മാരെ ഒന്നും വെച്ച് പറപ്പിക്കാൻ പാടില്ല, അതിന് ഏത് കൊമ്പത്തുള്ളവന്മാരാണെങ്കിലും ശരി തന്നെ ഇങ്ങനെയുള്ള സ്വഭാവങ്ങൾ കാണിച്ചു കഴിഞ്ഞാൽ അതിനെന്തായാലും അതിനുള്ള തക്കതായ മറുപടി എന്തായാലും അവർക്ക് കൊടുത്തിരിക്കണം എന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്. CI സാറാണെങ്കിൽ ആ പെൺകുട്ടിയുടെ അടുത്തോട്ട് പോയിട്ടൊക്കെ ആണെങ്കിൽ ആ പെൺകുട്ടിയായിട്ട് തോള് കൈയിട്ടൊക്കെ സംസാരിക്കുന്നുണ്ട്, കെട്ടിപ്പിടിച്ചൊക്കെ സംസാരിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നന്ദു ആണെങ്കിൽ ഈ രംഗം എല്ലാം ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. എന്നിട്ട് നന്ദു ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട്, എന്തായാലും ഈ കാഴ്ച ആദ്യം കാണിച്ചു കൊടുക്കേണ്ടത് എൻ്റെ അമ്മയ്ക്കാണ്. കാര്യം ആണല്ലോ ഇയാളെ ഇത്രയും പുകഴ്ത്തിയൊക്കെ സംസാരിക്കുന്നത്. അത് കണക്ക് എൻ്റെ ചേച്ചിമാർക്കും അച്ഛനിക്കും ഒക്കെ ഇയാളെ ഈ സ്വഭാവം കാണിച്ചു കൊടുക്കണം. എന്തായാലും കല്യാണമൊക്കെ നിശ്ചയിക്കാൻ പോവുമല്ലേ, അപ്പം വരുമാനമായിട്ട് വരാനുള്ള അയാളുടെ സ്വഭാവങ്ങളൊക്കെ എന്തായാലും എല്ലാവരും ഒന്ന് കണ്ടിരിക്കണമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ നന്ദു ആണെങ്കിൽ ഈ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ട്. ഏതായാലും അനന്തപുരിയിലുള്ളവരൊക്കെ കാട്ടി നല്ല സ്വഭാവമാണെന്നൊക്കെ അല്ലേ ഇയാളെക്കുറിച്ച് എന്തായാലും എൻ്റെ അമ്മയൊക്കെ പറയുന്നത്. അപ്പോൾ എന്തായാലും ഇയാളുടെ സ്വഭാവം എന്തായാലും എനിക്ക് ഇവരെയൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കണമെന്നൊക്കെ ചിന്തിച്ചിട്ടാണ് നമ്മളെ നന്ദു ആണെങ്കിൽ ഈ ഫോട്ടോയൊക്കെ എടുക്കുന്നത് കേട്ടോ. നന്ദു ആണെങ്കിൽ ഈ ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്തിട്ടാണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ട് കേട്ടോ, അനാമികയെ കുറിച്ച് അന്വേഷിക്കാനൊക്കെ. അങ്ങനെ അന്വേഷണം എല്ലാം കഴിഞ്ഞിട്ട് നമ്മളെ നന്ദു ആണെങ്കിൽ രാത്രി വീട്ടിലോട്ട് വരുന്നുണ്ട് കേട്ടോ. വരുന്ന സമയത്താണെങ്കിൽ കനകയെ നമ്മളെ സച്ചി സാറാണെങ്കിൽ വിളിച്ച് പറഞ്ഞിട്ടുണ്ട്, നന്ദു ഓഫീസിൽ നിന്ന് നേരത്തെ ഇറങ്ങിയിട്ടുണ്ട്, വീട്ടിലോട്ടൊക്കെയാണ് വന്നിട്ടുണ്ടെന്നൊക്കെ ചോദിച്ചിട്ട് നമ്മളെ കനകയ്ക്ക് ഫോൺ വിളിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ കനകയാണെങ്കിൽ നമ്മളെ നന്ദു വന്ന സമയത്താണെങ്കിൽ ഇങ്ങനെ ചോദ്യമൊക്കെ ചെയ്യുന്നുണ്ട്. നന്ദു പറയുന്നുണ്ട്, മരുമോൻ ഏൽപ്പിച്ചായിരിക്കും അല്ലേ എന്നെ ചോദ്യം ചെയ്യാനെന്നൊക്കെ പറഞ്ഞ് നന്ദു ഇങ്ങനെ സംസാരിക്കുന്നുണ്ട്. നന്ദു ആണെങ്കിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നിങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഇങ്ങനെ എന്നെ ചോദ്യം എന്നതൊക്കെ എനിക്ക് അറിയാമെന്നൊക്കെ പറയുന്ന സമയത്ത് നന്ദു ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, അയാളുടെ സ്വഭാവം കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് ഇതൊരിക്കലും മനസ്സിലായിട്ടില്ല എന്ന് ചോദിക്കുന്ന സമയത്താണെങ്കിൽ
സമയത്താണെങ്കിൽ കനക പറയുന്നുണ്ട്, നിൻ്റെ സ്വഭാവമാണ് ഇപ്പോൾ മനസ്സിലാവാത്തത്, നീയാണ് ഇങ്ങനെ ഒരു രീതിയിൽ നടക്കുന്നതെന്നൊക്കെ പറയുന്ന സമയത്താണെങ്കിൽ നന്ദ് പറയുന്നുണ്ട്, ഓഹോ ഞാനാണോ അങ്ങനെ നടക്കുന്നത്, എന്നാൽ പിന്നെ ഞാനിപ്പോൾ ഒരു കാര്യം കാണിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് നമ്മളെ സച്ചി സാറിൻ്റെയും ആ പെണ്ണിൻ്റെയും ഫോട്ടോ എടുത്ത് നമ്മളെ കനകയ്ക്ക് കാണിച്ചു കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ ഫോട്ടോ കാണുന്ന സമയത്താണെങ്കിൽ നമ്മളെ കനകയും ഗോവിന്ദനും ആണെങ്കിൽ ഷോക്കായി നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്കും നന്ദ് ചോദിക്കുന്നുണ്ട്, ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായ ഇയാളെ സ്വഭാവം, ഞാൻ എത്രയും വട്ടം പറഞ്ഞത് ഇയാളെ സ്വഭാവം കൊള്ളത്തില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങളാരും വിശ്വസിച്ചില്ലല്ലോ, നിങ്ങളല്ലേ വാതോരാതെ ഇയാളെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നതെന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് നന്ദ്. ഇതൊക്കെയാണ് ഇയാളെ കണ്ടപ്പോഴത്തേക്ക് പിന്നെ നല്ലൊരു മനുഷ്യനാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളൊക്കെ എൻ്റെ അടുത്ത് പറഞ്ഞത്. പക്ഷേ ഇയാളെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ഇയാൾ ആൾ ശരിയല്ലെന്ന്, ഇയാളൊരു ഫ്രോഡാണെന്നൊക്കെ എനിക്ക് നല്ല രീതിയിൽ എനിക്ക് മനസ്സിലായതാണ്. എന്തായാലും ദൈവമായിട്ടാണ് ഈ ഒരു തെളിവ് എൻ്റെ കയ്യിൽ തന്നെ കൊണ്ടെത്തിച്ചത്. അല്ലെങ്കിൽ ഞാൻ ഇയാളെ കല്യാണം കഴിച്ചതിന് ശേഷം നവ്യേട്ടത്തെ പോലെ ഞാനും ഇപ്പം ഇയാളുടെ കൂടെ ഞാൻ ജീവിക്കേണ്ടി വന്നതിനൊക്കെ ഇങ്ങനെ നന്ദു പറയുന്നുണ്ട്. ഇതൊക്കെ കണ്ട സമയത്താണെങ്കിലും നമ്മളെ കനകയ്ക്കാണെങ്കിലും നല്ല സങ്കടം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് കനകയാണെങ്കിലും നന്ദുവിൻ്റെ അടുത്ത് സോറിയൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട്, മോളെ എന്തായാലും ഇയാൾ ചതിക്കുമായിരുന്നുണ്ടെങ്കിൽ എന്തായാലും ഇയാൾക്ക് നല്ലൊരു പണി കൊടുക്കണമെന്നൊക്കെ ഇങ്ങനെ കനക ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ നന്ദു പറയുന്നുണ്ട്, അമ്മയ്ക്കാണെങ്കിൽ ആൾക്കാരെ കണ്ടാൽ തിരിച്ചറിയാൻ ഉള്ള ഒരു കഴിവ് അമ്മയ്ക്കില്ല, പക്ഷേ എനിക്കാണെങ്കിൽ ആൾക്കാരെ കണ്ടു കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് അവരെക്കുറിച്ച് എനിക്ക് മനസ്സിലാവുകയൊക്കെ ചെയ്യും. അതുകൊണ്ടാണ് ഞാൻ അന്ന് തൊട്ട് ഞാൻ പറയുന്നത് ഇയാൾ ആൾ ശരിയല്ല, ഇയാൾ പിന്നെ ഒരു ഫ്രോഡാണെന്നൊക്കെ ഞാൻ പറഞ്ഞത്. പക്ഷെ നിങ്ങൾ എനിക്ക് നല്ലൊരു ജീവിതമാണ് കിട്ടുന്നതെന്നൊക്കെ പറഞ്ഞിട്ടല്ലേ അമ്മയും അച്ഛനും ഒക്കെ എന്നെ എത്രയും നിർബന്ധിച്ചതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും കല്യാണത്തിന് മുമ്പ് തന്നെ എന്തായാലും ഇയാളെ സ്വഭാവം എന്തായാലും ദൈവമായിട്ട് കാണിച്ചു തന്നല്ലോ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അങ്ങനെ സങ്കടപ്പെട്ടാണ് നമ്മളെ ഗോവിന്ദനും കനകയൊക്കെ നിൽക്കുന്നത്. അപ്പോഴത്തേക്ക് ഇതൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുതൽ ബെല്ലൈക്കണോട് എനേബിൾ ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യണേ.